ബഹുമാനപ്പെട്ട സിഗ്നേച്ച, ബഹുമാനപ്പെട്ട ആനി സിസ്റ്റർ, മാതാപിതാക്കന്മാരെ, യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ 2024 യുവജനവർഷമായി ആഘോഷിക്കപ്പെടുന്ന ഈ സുദിനം ഇന്ന് യുവജന ദിനമായിട്ട് ആചരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ ജീവസുറ്റ കരുത്തുറ്റ യുവജന സുഹൃത്തുക്കൾക്ക് യുവജന ദിനത്തിൻ്റെതായ എല്ലാ മംഗളങ്ങളും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആദ്യമായി നേർന്നുകൊള്ളുന്നത്. ഏത് പ്രസ്ഥാനത്തിലായാലും വിഭജനങ്ങളാണ് ആ പ്രസ്ഥാനത്തിന്റെ ശക്തി. ഇന്നത്തെ യുവജനങ്ങൾ നമ്മുടെ സഭയെയും നമ്മുടെ രാഷ്ട്രത്തെയും സമൂഹത്തെയും നയിക്കേണ്ടവരാണ്. അവരെ നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് ഈ സമൂഹത്തിൽ നടമാടുന്ന അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ പോരാടുവാൻ അവർക്ക് ശക്തി ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ യുവജനങ്ങൾ യേശുക്രിസ്തുവിലൂടെ വളർന്ന് സഭയിലൂടെ വളർന്നു വന്നാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം സാധിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിലൂടെ നവയുഗത്തിലേക്ക് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് യുവജന സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ യുവജന പ്രസ്ഥാനം വളരെയധികം, അതും കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനം എന്ന ആശയം തന്നെ നമ്മുടെ തിരുവല്ല അതിരൂപതയിലാണ് ഉണ്ടായതെന്ന് അറിയുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. 1975 കാലഘട്ടത്തിൽ കേരളത്തിൽ രൂപീകൃതമായ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ യുവജന പ്രസ്ഥാനമാണ് KCYO, കേരള കാത്തലിക് യൂത്ത് ഓർഗനൈസേഷൻ എന്ന പ്രസ്ഥാനമാണ്. ബഹുമാനപ്പെട്ട വർഗീസ് ടെക്വൈസാറിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ ഇടവകയിലെ കുട്ടപ്പടിസാറൊക്കെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ ആരംഭിച്ച ആ യുവജന പ്രസ്ഥാനമാണ് കത്തോലിക്ക സഭയുടെ ഒരു ശക്തമായ യുവജന പ്രസ്ഥാനം ഉണ്ടാകണമെന്നുള്ള ആദ്യ ചിന്താഗതി മുന്നോട്ട് വെച്ചത്. അത് പിന്നീട് തിരുവല്ല യുവതിയിൽ യുവദീപമായിട്ട് വളർന്നു. യുവദീപത്തിന്റെ ഭാരവാഹിയായിട്ടാണ് 3 വർഷം പ്രവർത്തിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. അത് കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ ഓർക്കുന്നു, 1980 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഉന്നയിക്ക പ്രസ്ഥാനത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷിച്ച ആ കാലഘട്ടത്തില് തിരുവല്ല അതിരൂപതയിൽ നിന്ന് അഭ്യന്തര പിതാക്കന്മാരുടെ ഛായാചിത്രവും കൊടിമരവും വഹിച്ചുകൊണ്ട് ഈ രൂപതയിലെ എല്ലാ ഇടങ്ങളും സന്ദർശിച്ചപ്പോൾ ലഭിച്ചതായ സ്വീകരണങ്ങൾ എന്റെ മനസ്സിൽ ഇപ്പോഴും മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധിയായ മദർ തെരേസയാണ് അന്ന് കോട്ടയം തിരുനക്കര മൈതാനത്ത് ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമ്മേളനം, മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത്. അന്ന് വിശുദ്ധ മദർ തെരേസയെ കയ്യെത്തും ദൂരത്തിൽ നിന്ന് കാണുവാൻ എനിക്ക് അനുഗ്രഹമുണ്ടായത് വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ യുവജന പ്രസ്ഥാനം വളർന്ന് നമ്മുടെ സഭയോടൊപ്പം വളർന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തേജസ്സുറ്റ ഒരു സംഘടനയായി വളർന്ന് സമൂഹത്തിനും ഈ ഇടവയിലും സമൂഹത്തിനും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ യുവജനങ്ങൾ വളരെയധികം കാര്യങ്ങൾ ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനിയുമുള്ള കാലഘട്ടത്തിലും ഈ വർഷം നമ്മുടെ പുനരേക്ക് പ്രസ്ഥാനത്തിന്റെ ശതാബ്ദിയിലേക്ക് കടന്നു വരുന്നതിന്റെ ആരംഭമായിട്ട് നമ്മൾ ഈ വർഷം വചനവർഷമായിട്ട് ആഘോഷിക്കുകയാണ്. ഈ വചനം വർഷിക്കുന്നതിന്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് എല്ലാ യുവജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു രംഗത്ത് മാത്രമല്ല, ഇടവകയിലെ സഭയുടെ എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും യുവജനങ്ങൾ മുൻപന്തിയിൽ നിൽക്കണം. എന്നാൽ മാത്രമേ യുവജനങ്ങളുടെ ശക്തി തെളിയിക്കുവാൻ
ജീവിക്കുവാന് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാ യുവജന സുഹൃത്തുക്കൾക്കും യുവജന ദിനത്തിൻ്റെതായ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.